ഹായ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു അല്ലേ? അപ്പോൾ കുറെ പേർക്കെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കോളേജിലും കോഴ്സിലും കിട്ടിയിട്ടുണ്ടാവും. കുറച്ചു പേർക്ക് ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എനിവേ ഈ ഒരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതായത് നമ്മളുടെ പേരും അതേപോലെ തന്നെ റോൾ നമ്പറും നമുക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സാണ് കിട്ടിയത്, കാറ്റഗറി, അതേപോലെ നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എല്ലാം കൂടെ വരുന്ന അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുക. അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജൂലൈ 12 വരെയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ ഫീസ് അടയ്ക്കാം. കുറെ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫീസ് അടയ്ക്കണോ? അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, വിച്ച് മീൻസ് നമുക്കിനിപ്പോൾ ഫർദർ അലോട്ട്മെന്റ് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ മറ്റേതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കണം. ഇപ്പോൾ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നമ്മൾ ഔട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഇപ്പൊ നമ്മൾ ഈ ഒരു ഓൺലൈനായിട്ട് ഫീസ് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. അതേപോലെ തന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഫിസിക്കലി കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇതിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും ടൈമും ഒക്കെ വരും. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ പോകേണ്ടത്. ഇപ്പൊ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരിക എന്നുള്ളത് കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൽ. അപ്പൊ ഇനി അടുത്തൊരു സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും നമുക്ക് ലോക്ക് ചെയ്ത്, അതായത് ഹയർ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. ഇനി എന്തായാലും കൊടുത്തിട്ടുള്ള ഹയർ ഓപ്ഷൻസിലേക്കായിരിക്കും നമുക്ക് പരിഗണിക്കപ്പെടുക. അപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം. അപ്പൊ ആ ഫർദർ അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അതിന്റെ അപ്ഡേറ്റ്സ് പറയാം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്ത് ഫീസ് അടയ്ക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇനി അലോട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.